മുതലപ്പുഴയിൽ പൊഴിമുറിക്കാനെത്തുന്ന കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ തടയാൻ സമരസമിതി. രാവിലെ 9 മണി മുതൽ പൊഴിമുറിക്കാനാണ് സർക്കാർ തീരുമാനം. ഡ്രഡ്ജിംഗ് നടപടികൾ കാര്യക്ഷമമാക്കാതെ പൊഴിമുറിക്കാൻ അനുവദിക്കില്ല എന്നതാണ് സമരസമിതിയുടെ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി തന്നെയാണ് ചേരുന്നത്. സൂര്യ, കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊഴിമുറിക്കൽ അടക്കമുള്ള നീക്കങ്ങൾ ഇരട്ടി വേഗത്തിലാക്കും, യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കുന്നതിനുള്ള നടപടികളും കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഡ്രഡ്ജിംഗ് തുടങ്ങാനിരിക്കെ അല്ലെങ്കിൽ പൊഴിമുറിക്കൽ തുടങ്ങാനിരിക്കെ അതിനെ പ്രതിരോധിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്? പൊഴിമുറിക്കൽ ഇന്ന് തടസ്സപ്പെടുമോ? തടസ്സപ്പെടുത്താനുള്ള തീരുമാനമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് സമരസമിതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്രഡ്ജിംഗ് നടപടികൾ കാര്യക്ഷമമാക്കാതെ പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രൂക്ഷമായ അവസ്ഥയിലേക്ക് ഈ പ്രശ്നം എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി പ്രതിഷേധ പരിപാടികൾ, സമര പരിപാടികൾ ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നടത്തുകയും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അടക്കം ശ്രദ്ധയിൽ ഈ പ്രശ്നം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. മണൽ മൂടിയത് പൂർണ്ണമായിട്ടും അഴിമുഖം അടയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള വേണ്ട ഇടപെടലുകളൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ വരികയും 11 വർഷത്തിന് ശേഷം വീണ്ടും മുതലപ്പുഴയിൽ അഴിമുഖം അത് പൂർണ്ണമായിട്ടും അടയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്നുള്ളതാണ്. അതായത് ഡ്രഡ്ജിംഗ് നടപടികൾ അത് 10 മണിക്കൂറിൽ നിന്ന് 20 മണിക്കൂറിലേക്ക് ആക്കാമെന്നും പുതിയ യന്ത്രങ്ങൾ അത് മണൽ നീക്കത്തിനായിട്ട് കൊണ്ടുവരാമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മന്ത്രി ഇന്നലെ മത്സ്യത്തൊഴിലാളികളുമൊക്കെ ആയിട്ടുള്ള ചർച്ചയിൽ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്രയും വേഗം മണൽ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീക്കം ചെയ്യണം, ഡ്രഡ്ജിംഗ് നടപടികൾ കാര്യക്ഷമമായിട്ട് തുടങ്ങണം എന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതിലൊരു തീരുമാനമുണ്ടാകാതെ, പ്രവർത്തനങ്ങൾ തുടങ്ങാതെ ഈ പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ അത് മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെ പ്രതിഷേധം ശക്തമാക്കണമെന്നുള്ള നിർദ്ദേശം അത് നൽകിയിട്ടുണ്ട് സമരസമിതി എന്നത് അടക്കമുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും 9 മണിയോടുകൂടി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ മുതലപ്പുഴയിലേക്ക് എത്തുകയും പൊഴി മുറിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഉദ്യോഗസ്ഥരെ കടത്തിവിടാതെ പൊഴിമുറിക്കാനുള്ള അവരുടെ നീക്കത്തിനെ തടയാനുള്ള ശ്രമങ്ങൾ അത് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. കളക്ടർക്കാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചേർന്നിട്ടായിരിക്കും പൊഴിമുറിക്കാനുള്ള നടപടികൾ തുടങ്ങുക എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ വലിയ സംഘർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊഴിമുറിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം അത് ഇന്ന് തടയപ്പെടും എന്നുള്ള വിവരങ്ങൾ കൂടി അറിയുന്നുണ്ട്. 8 മണിയോടുകൂടി ഈ മണൽ നിറഞ്ഞ ഭാഗത്ത് ചെറിയ വള്ളങ്ങൾ കൊണ്ട് നിരത്തിയിട്ട് ഉദ്യോഗസ്ഥരെ കടത്തിവിടാത്ത തരത്തിലാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അത്തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ആദ്യഘട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജിംഗ് നടപടികൾ കാര്യക്ഷമമാക്കാതെ പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥ സംഘം മുതലപ്പുഴയിൽ എത്തുമ്പോൾ, അഴിമുഖത്തേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? അവരുടെ നീക്കത്തിനെ, അവരുടെ നടപടിയെ തടയാനുള്ള ശ്രമങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അത് സംഘർഷാവസ്ഥയിലേക്ക് കലാശിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അഴിമുഖം പൂർണ്ണമായിട്ട് മണൽത്തിട്ട രൂപപ്പെട്ട് അടഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മണൽ രൂപപ്പെട്ടതോടെ മറ്റ് ചെറിയ ഭാഗങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒക്കെ തന്നെ വെള്ളം കയറുമെന്നുള്ള വലിയ ആശങ്ക കൂടി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കാര്യക്ഷമമില്ലായ്മയാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ, അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മുതലപ്പുഴയിൽ അഴിമുഖം പൂർണ്ണമായിട്ടും അടയുന്നതിനിടവരുത്തിയത് എന്നുള്ള രോഷം അത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ കൂടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്
നിന്നുണ്ടാകുമ്പോൾ എത്തരത്തിലാകും ഇതിനോട് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 9 മണി 10 മണി സമയത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കൽ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് അഴിമുഖത്തേക്ക് എത്തുമെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അതുല്യ.